കുട്ടികളെ നമസ്കാരം. കദീസുമ്മ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാട്ടോ. കഴിഞ്ഞ ദിവസം ഞാനും അക്ബറും കൂടി ഒരു സ്ഥലത്ത് പോയിന്ന്. മരുമോളെ കാണാൻ എത്ര ചൊർക്ക് നിങ്ങൾക്കറിയോ. ഓള് ഇംഗ്ലീഷേ വർത്താനം പറയുള്ളൂ. ഓള് ഇംഗ്ലീഷ് വർത്താനം കേട്ടുങ്ങാണ്ട് ഇടങ്ങേറായിട്ടാണ് കദീസുമ്മ ഇംഗ്ലീഷ് പഠിച്ചത്. അതാണിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾ ഇത്രയും ചൊർക്ക് വെച്ച് എങ്ങനെ നടക്കണേന്ന് അറിയാൻ വേണ്ടി ഞാനും അക്ബറും കൂടി ചെറിയൊരു പണി ഒപ്പിച്ചു. ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലം വരെ പോകും. എന്നിട്ട് രാവിലെയൊക്കെ പോയാൽ വൈകുന്നേരമൊക്കെ ഓൾ വരുള്ളൂ. അല്ലെങ്കിൽ രാവിലെ പോയാൽ ഉച്ചക്ക് പോയാൽ വൈകുന്നേരം രാത്രി അങ്ങനെയൊക്കെ വരലുള്ളൂ. അപ്പം ഓൾ ഒരു ദിവസം ഇങ്ങനെ പോയപ്പോൾ അന്ന് ഓഫീസൊന്നും ഇല്ലാത്ത ദിവസേനെ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഓൾ എങ്ങോട്ടോ പോകേണ്ടത്. ഞങ്ങളോളെ പിന്നാലെ പോയി. അപ്പം എങ്ങോട്ടാണ് ഓള് പോയി നിങ്ങൾക്ക് നിൽച്ചിട്ടുണ്ടോ? ഓള് ബ്യൂട്ടി പാർലറില്ലേ, ബ്യൂട്ടി പാർലർ ഓടിക്കാണ് ഓള് പോയതേ. അവിടെ പോയപ്പോൾ ഓളെ ചെങ്ങാഴ്ചയാണ് അവിടെ. ഓളെ ചെങ്ങാഴ്ചി അതിപ്പോൾ എവിടെ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. മാള, ഈ തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ മാള എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട് മാളാരവിന്ദ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിന് ഒരു മനുഷ്യൻ്റെയായിരുന്നു. ഇപ്പം അല്ല കേട്ടോ. പിന്നെ നമ്മളെ കലാഭവൻ മണിയില്ലേ, ഓല സ്ഥലമൊക്കെയാണ് ഇത്, ചാലക്കുടിയും ഇതൊക്കെ. ആ ചാലക്കുടിയിൽ ഞാൻ കണ്ടു കലാഭവൻ മണീൻ്റെ പേർക്കൊരു ബസ് സ്റ്റാൻഡും പിന്നെ ഒരു കലാഭവൻ മണീൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വലിയ ഇതാണ്. മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെ വർത്തമാനങ്ങളും കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ കാണാൻ പോലെ പേരില്ലേ. അതൊക്കെ മനസ്സിലായോ ഞാൻ ആരെ പറ്റി പറഞ്ഞേന്ന്? ആ നാടൻ പാട്ടൊക്കെ പാടി സിനിമയിലൊക്കെ അഭിനയിച്ചിന് ആ ചങ്ങായില്ലേ, ആ മരിച്ചുപോയ ചങ്ങായി, ആ ഓല കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്തൊക്കെയുള്ള മാള എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ ഓള് പോയത് ബ്യൂട്ടി പാർലറിക്കാണ്. അപ്പോൾ ഓള് ചങ്ങാഴ്ചയാണ്. ഒരു വർത്താനം പറയലും എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ വേറെ ഉള്ളിലേക്കൊന്നും കയറില്ല. ഞങ്ങൾ പുറത്തുനിന്ന് എവിടേക്കാണ് അവൾ പോണീന്ന് കണ്ടുപിടിച്ചാൻ വേണ്ടി പോയത്. അവൾക്ക് ഇത്ര ചോർക്ക എവിടുന്നതെന്ന് അറിയാനേ, ചോർക്ക എവിടുന്നാന്ന് അറിയാൻ വേണ്ടി പോയതേ. ഇനി കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഒളിച്ചു നോക്കാം. പണിയൊക്കെ കഴിഞ്ഞ് ഓള് തിരിച്ചു വന്നപ്പം അവൾ 10 ഉറുപ്പ്യ എടുത്ത് കജ്ജിൽ കൊടുത്തു. ഓളെ കൂട്ടുകാരത്തിൻ്റെ ഇല്ലേ, 10 ഉറുപ്പ്യ എടുത്ത് കജ്ജിൽ കൊടുത്തു. 10 ഉറുപ്പ്യ എടുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞേ ഇത്രയൊന്നും വേണ്ട, 5 മതി പറഞ്ഞിട്ട് 5 ഉറുപ്പ്യ തിരിച്ചായിട്ട് കൊടുത്തു. 5 ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച എത്രയാണ്? 5 ഉറുപ്പ്യ എന്നല്ല കേട്ടോ, 10,000. ഇതൊക്കെ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ കുറച്ച് പൈസേൻ്റെ ഇതൊക്കെ ഉള്ളവരാണല്ലോ പോവുക. പിന്നെ നല്ല ചോർക്ക് വേണമെന്നുള്ളവർ പൈസ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് പോകും. അപ്പം അതിൽ 5,000 ഉറുപ്പ്യ. അപ്പോൾ ഓള് പറയാം, ഇത് ഞാൻ പോണ പാർലർ. ഓള് ഇഞ്ച പോലല്ല കേട്ടോ, ഓള് ഈ തൃശ്ശൂരത്തെ ഭാഷയാണ് ഓള് പറയാം, തൃശ്ശൂരത്തെ ഭാഷ. ഞാൻ പോണ ബ്യൂട്ടി പാർലറിലൊക്കെ ഇതൊന്നും അല്ല കുട്ടി, ഞാൻ 10 കൊടുത്തിട്ട് തന്നെയാണ് ഞാനിതൊക്കെ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വെറും 5 10 ഞാൻ കൊടുക്കൽ. അങ്ങനെയൊക്കെ ഒരു തമ്മിലൊരു ഭർത്താവ്. പക്ഷേ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും പൈസ വാങ്ങൂല. മറ്റേ ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഓളുണ്ടല്ലോ, ആ മുഖത്തേക്കൊക്കെ ചായം തേച്ച് കൊടുക്കണ ഓള്, തലമുടിയൊക്കെ ശരിയാക്കി കൊടുക്കണ ഓള് പറയാം, ഞാൻ അങ്ങനെ വെറുതൊന്നും പൈസ വാങ്ങൂല, പഠിച്ചവന് നിൽക്കാത്ത രീതിയിലൊന്നും ഞാൻ വാങ്ങൂല. ഞാൻ ചെയ്ത പണിക്കും ഞാൻ എൻ്റെ മുഖത്തേക്കും തലയിലൊക്കെ തേച്ച സാധനത്തിൻ്റെ പൈസയൊക്കെ കൂടി ഞാൻ വാങ്ങുള്ളൂ. 5,000 ഉറുപ്പ്യ മതി, 10,000 ഒന്നും വേണ്ട, പോയിക്കോ. അപ്പോൾ എൻ്റെ മരുമോൾക്ക് നല്ല പെരുത്ത് ഇഷ്ടമായി. ഓള് കൊടുക്കുന്നതിൻ്റെ പകുതി പൈസ കൊണ്ട് ഓൾ ചെയ്തതിനേക്കാളും നല്ല ഉസാറിൽ ഇപ്പം ചെയ്തു കൊടുത്തു എന്നിച്ച് മനസ്സിലായി. അപ്പോൾ എടാ അക്ബറെ അതിൻ്റെ ഓളെ നമ്മളെ ഏതിലേക്ക് ഇന്നലെ പോയിന്നേ? ഇന്നലെ നമ്മൾ ഉമ്മാൻ്റെ പുറകെ ബ്യൂട്ടി പാർലറിൽ പോയില്ലേ? അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് അല്ല, സ്ഥലം മാളയാണ്. ആ ബ്യൂട്ടി പാർലറിൻ്റെ പേരെത്തേനു? അല്ലെങ്കിൽ വേണ്ട, ഒരു നോട്ടീസ് ഉണ്ടായിരുന്നില്ലേ അവിടെ നിന്ന്? കജ്ജിലെടുത്തിരുന്നില്ലേ നോട്ടീസ്? ആ മേശപ്പുറത്തിരുന്ന നോട്ടീസ് കജ്ജിലെടുത്തിരുന്നില്ലേ? അത് ഇങ്ങോട്ട് കൊണ്ടാ. വല്യമ്മക്കൊരു കാര്യമുണ്ടേ,
വലിയമ്മ ഇന്ന് കുറച്ച് വീഡിയോ ചെയ്യട്ടെ, സമയം കിട്ടിയില്ല കുറച്ച് ദിവസമായിട്ട്. ഇതെടുത്തിട്ട് വാട്ടോ. ആ അപ്പോൾ ഓൻ കൊണ്ടുവരിട്ടപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിലാണ് ചെറുപ്പേ. പിന്നെ ചോളൊരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടാലുണ്ടല്ലോ, നമ്മൾ ഒന്ന് പോയാൽ പിന്നെയും പോകും. നല്ലൊരു ബ്രൂട്ടി പാടാണ്. പിന്നെ ഞാൻ എത്താച്ചാൽ പോയില്ല, ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ വെച്ചൊന്ന് പോകണം. വരുമോളില്ലാത്ത സമയം നോക്കി പോകണേ. പിന്നെ ഓളെ അമ്മായിയമ്മയാണെന്നൊന്നും ഞാൻ പറയാൻ നിൽക്കൂല. ഞാൻ വേറൊരു മനുഷ്യത്തെയായിട്ട് ഞാൻ വിളിച്ചതൊക്കെ ഇഷ്ടം തന്നെയാണ്. പിന്നിപ്പം നമ്മൾ യൂട്യൂബിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല ചോർക്ക് മടന്നിച്ച് വൈക്കപ്പോൾ ഒന്നും ചോദിച്ചാൽ സമയം കിട്ടില്ല കേട്ടോ കുട്ടികളെ. അപ്പം ശരിമക്ക് എന്നാൽ പഠിച്ചാൻ തുടങ്ങിയല്ലോ. അപ്പം നമ്മൾ 20 സെൻറ്റൻസ് പഠിച്ചിന്. ഇനി നമ്മൾ 21ാമത്തെ സെൻറ്റൻസ് ഇനി പഠിച്ചാൻ പോണേ. അപ്പം നമുക്ക് പഠിച്ചല്ലേ കുട്ടികളെ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ്, നിനക്ക് അഡ്രസ്സ് അറിയാമോ? നിനക്ക് അഡ്രസ്സ് അറിയാമോ? എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഓർക്കും, എടാ എനിക്ക് എങ്ങോട്ടായി പോണേന്ന് ഇച്ചുണ്ടോ? എനിക്ക് എങ്ങോട്ടായി പോണേന്നല്ലെന്ന് ഇച്ചുണ്ടോ എന്ന് ചോദിക്കില്ല നമ്മൾ. അപ്പോൾ എനിക്ക് അഡ്രസ്സ് അറിയോ? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഡു യു നോ ദ അഡ്രസ്? ഡു യു നോ ദ അഡ്രസ്? ഡു യു നോ ദ അഡ്രസ്? നിനക്ക് അഡ്രസ്സ് അറിയാമോ? ഡു യു നോ ദ അഡ്രസ്? പഠിച്ച. അപ്പം നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. നമ്മൾ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചില നേരത്ത് നമുക്കറിയാത്ത നമ്പറാവും അല്ലേ. അപ്പം നമ്മളത് ആരേ? ഞാനാ ഇവിടെ, കദീസേന ഇവിടെ. ജാരാ. നമ്മളെത്താ ഒരു ധിക്കാരത്തിലൊരു ഭർത്താവാണ്. ഇംഗ്ലീഷ് ഭാഷ ഭയങ്കര മര്യാദയാണ്, ഭയങ്കര മര്യാദക്കാരാണ് ഓല്. അപ്പം നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിശ്ചയുണ്ടോ? മേ ഐ നോ who is calling? May I know who is calling? ജാരാ വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കില്ല. മേ ഐ നോ ഹൂ ഈസ് കോളിങ്? ആരാ വിളിക്കുന്നതെന്നൊന്ന് പറയാമോ എന്നുള്ള രീതിയിൽ പൊളൈറ്റായിട്ടാണ് പറയുക. മേ ഐ നോ ഹൂ ഈസ് കോളിങ്? മേ ഐ നോ ഹൂ ഈസ് കോളിങ്? പഠിച്ചില്ലേ ഞങ്ങൾ? പഠിച്ചില്ലേ? ഇനി നമ്മൾ ചോദിക്കില്ല ചിലപ്പം നമ്മളെ ഫോൺ നമ്പറൊക്കെ വേറെ ആൾക്കാരാകും, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ചോദിച്ചു, എനിക്ക് ആ ഷീബയെ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് ഷീബയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സാധിക്കുമോ? ഷീബേനോടൊന്ന് സംസാരിച്ചാൽ പറ്റുമോ? നമ്മളെങ്ങനെയാണ് നല്ല ഇംഗ്ലീഷിൽ ചോദിച്ചാൽ? കുഡ് ഐ ടോക്ക് ഉണ്ടോ? കുഡ് വുഡും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇംഗ്ലീഷിൽ. കുഡ് ഐ ടോക്ക് ടു ഷീബ? പിന്നെ അറ്റത്തൊരു പ്ലീസും. ഈ പ്ലീസിൻ്റെ ഒരു തല്ലാണ് കേട്ടോ ഇംഗ്ലീഷിൽ. കുഡ് ഐ സ്പീക്ക് ടു ഷീബ പ്ലീസ്? Could I speak to Sheba, please? Could I speak to Sheba, please? Could I speak to Sheba, please? Okay, ആയില്ലേ? അടുത്ത ഷീബേനെ അന്വേഷിച്ച് ചെന്നപ്പോഴത്തെ ഷീബ ഇവിടെ ഇല്ല. നമ്മൾ മറുപടി പറയണേ ഷീബ ഇവിടെ ഇല്ല. എങ്ങനെയത് ഇംഗ്ലീഷിൽ പറയാ? സോറി, ഷീബ ഈസ് നോട്ട് ഹിയർ. ആദ്യം തന്നെ എന്തേ വെച്ച്? സോറി ഷീബ ഈസ് നോട്ട് ഹിയർ. സോറി ഷീബ is not here. Sorry, Sheba is not here. പഠിച്ചില്ലേ?
സോറി, ഷീബ ഈസ് നോട്ട് ഹിയർ. ഓക്കെ. പിന്നെ എനിക്ക് കോട്ടയത്ത് പോകണം. എനിക്ക് കോട്ടയത്ത് പോകണം. ഈ കോട്ടയിക്കോട്ടെ, ചങ്ങനാശ്ശേരി ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് കോട്ടയത്ത് പോകണം. എങ്ങനെ പറയാ? ഐ വാണ്ട് ടു ഗോ ടു കോട്ടയം. 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 I want to go to കോട്ടയം. I want to go to കോട്ടയം. I want to go to കോട്ടയം. പഠിച്ചോ? ആ ഹദീസുമ്മ ഞാൻ പിണങ്ങിയിട്ടൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളോട്. പിന്നെ നിങ്ങൾ കുട്ടികളല്ലേ, സമയമില്ലാന്ന് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പലരും ചെയ്തിട്ടില്ല. നല്ല സങ്കടമുണ്ട്. എന്നാലിപ്പോൾ ഞാനിങ്ങനെ ഇടുന്നത് നിങ്ങൾ ഇടത്തേക്ക് ശരിക്കും അങ്ങോട്ട് വരണ്ട. ഇവിടുന്ന് ഞാൻ ഇടുമ്പോഴേക്ക് നിങ്ങളെ കജ്ജിലെത്തും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വിടണ്ടേ? ഇംഗ്ലീഷിലോ മലയാളത്തിലൊക്കെ എഴുതി വിടണ്ടേ? ചിലർ മാത്രം ചെയ്ത് വിടുന്നുള്ളൂ. 1-2 ആൾക്കാർ, ഓരോ പേരൊക്കെ ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് കമൻ്റ് ഇട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ കമൻ്റ് ഇടുന്നിട്ടൊക്കെ ഹദീസത്താത്തൊക്കെ നിങ്ങളിങ്ങനെ കമൻ്റ് ഇട്ടാലോ സന്തോഷം വരുള്ളൂ. അല്ലെങ്കിൽ ഹദീസത്തോർക്കും നിങ്ങൾക്ക് ഇനി ഇഷ്ടമല്ല എന്ന് നിച്ച് ഓർക്കും. ഞാൻ ഈ സമയത്ത് ഇത് കാണാതെ ഒക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരില്ലേ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സ്നേഹം ഇങ്ങോട്ട് മാണ്ട കുട്ടികളെ. അപ്പം ശരിട്ടോ, നമുക്ക് നാളെ കാണാം. ഹദീസാൻ്റെ എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും, വീട്ടമ്മമാർക്കും, ഇതൊക്കെ കേട്ട് പഠിച്ചിട്ട് ടീച്ചർമാർക്കും എല്ലാവർക്കും ബൈ ബൈ.